ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. മട്ടുപ്പാവിലെ കൃഷി. എനിക്ക് വീടിന്റെ സൈഡിലൊന്നും അധികം സ്ഥലമില്ല. അപ്പൊ ഞാൻ എൻ്റെ ചെറിയ ഗാർഡൻ, അതായത് ഓരോരുത്തർക്കും ഓരോ ഫാഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ എൻ്റെ പാഷൻ എന്താണെന്ന് വെച്ചാല് കൃഷി ചെയ്യണം. എവിടെ പോയാലും ചെടികൾ കാണും, അത് ചെടികൾ കൊണ്ടുവരും, അത് നട്ടുപിടിപ്പിക്കും. ഇത് കാക്കയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും. നമ്മളെ മുകളിലാണ് വളരെ എന്താ പറയാ, നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സിറ്റുവേഷൻ. അതായത് ടൗണിന്റെ പൊടിപടലങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു ഗ്രാമമാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയങ്കര കൃഷിയായിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടാ. നമുക്ക് വീട്ടിലേക്ക് ഓരോ ദിവസം ആവശ്യമുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സാമ്പാർ വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ചെറുത്, അല്ലെങ്കിൽ വലിയ വലിയ രീതിയിലുള്ള കൃഷി മാർഗങ്ങളും കൃഷി രീതികളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ പറയാത്തതുകൊണ്ട് കുറേ പേര് ലൈക്ക് ചെയ്തിട്ടില്ല. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ. അപ്പോൾ വീഡിയോ തുടരാം. ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ല. ഇതിൽ കുറേ ചെടികളും അതുപോലെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു പയറ്, ചെറിയൊരു ചട്ടിയിൽ കറിവേപ്പില, പയറുണ്ടായിട്ട് വരുന്നുണ്ട്. വേണ്ട പയറ്, അതിൻ്റെ പൂവ്, പിന്നെ നമ്മുടെ കറ്റാർവാഴയുണ്ട്, ചെണ്ടമല്ലി തൈക്കള്, ഇതൊക്കെ ഉണങ്ങി തുടങ്ങി. ഇതിൻ്റെയൊക്കെ സീനിയ വേണ്ട, ഒരു സീനിയ നോക്കൂ. അപ്പോൾ അതൊക്കെ ഉണങ്ങി തുടങ്ങി. പിന്നെ വഴുതനങ്ങ. ഞാൻ കുറേ വഴുതനങ്ങ, എൻ്റെ ചെറിയമ്മയുടെ വീട് പാലക്കാടാണ്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ മുളക്, നമ്മുടെ നാടൻ ഇല്ലേ ചീനമുളക് എന്ന് പറയില്ലേ, ഇതൊരു പൂ കണ്ടോ. പിന്നെ ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ ഇടയിൽ ചെടികളും വരുന്നുണ്ട് കേട്ടോ. മുല്ലപ്പൂവ്, ഇതെൻ്റെ നാട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന മുല്ലയുടെ പൂവാണ്. ഇതാ വഴുതനങ്ങ കണ്ടോ, ഇങ്ങനത്തെ വഴുതനങ്ങ. ഇതിപ്പോൾ കിട്ടിയെങ്കിൽ നമുക്ക് ഒരു പെരിക്ക സാമ്പാറിലാം. പിന്നെ ചെണ്ടമല്ലി തൈകൾ, ഇതൊക്കെ മുട്ടിട്ട് വന്നിട്ടുണ്ട്. ഒരു പൂവ് അതാ അതിൻ്റെ ഇടയിൽ ചെണ്ടമല്ലി. പിന്നെ വഴുതനങ്ങ തൈകൾ കുറേ ഉണ്ടതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ വഴുതന ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു വെറൈറ്റി സീനിയാണ്. ഇതിലതാ നമ്മുടെ വഴുതനങ്ങ നിൽക്കുന്നു. പിന്നെ ഇത് നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, അത് ഞാൻ കവറിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ മുളക് പൊഴിച്ച് നിൽക്കുന്നു. റോസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേരെന്താ മറന്നുപോയി. പിന്നെ ശംഖുപുഷ്പം, മഞ്ഞള്, ഒരു മോഡല് മുളക്, കുരുമുളക് ചട്ടിയിൽ വെച്ച് പിടിച്ചത് മഴയത്ത് പോയതാണ്, നിറയെ ഉണ്ടായിരുന്നു. പിന്നെ മുല്ലകള്, എല്ലാം ഞാനിങ്ങനെ വെച്ചിരുന്നു. ഇത് നമ്മുടെ കാക്കപ്പൂ, അതിന് കുറേ കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കളേഴ്സുകൾ വരുന്നുണ്ട്. കണ്ടോ, ഇതൊരു തരം ലില്ലിയാണ്. പിന്നെ ഡാലികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. മുല്ലകൾ ഇതൊക്കെ വരണം. ഇതൊക്കെ ഇനി ഒരു കണ്ടോ കയ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പ്രാണി വന്നിരിക്കുന്നുണ്ട്, എന്താവുമെന്നറിയില്ല. പിന്നെ ഇവിടെയൊക്കെ വഴുതനങ്ങ. ഇതൊരു വേറൊരു വെറൈറ്റി വഴുതനങ്ങ കണ്ടോ, ആയിട്ടുള്ള വഴുതനങ്ങ. ഇത് പിന്നെ നമ്മുടെ റോസ് ചെടിയാണ്. പിന്നെ പൂക്കളൊക്കെ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും മുട്ടിടാൻ വേണ്ടിയൊക്കെ ഞാൻ വെട്ടി റെഡിയാക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വേറെ ചെണ്ടമല്ലി, വേറെ കളർ സീനിയ. ഇത് നമ്മുടെ പൂമ്പാറ്റ ചെടി. ഇതിന്റെ വീഡിയോ ഞാൻ അതിൻ്റെ ഇടയിലിടാം. ചെറിയമ്മയുടെ വീട്ടിൽ പോയി ഇപ്പോൾ നിറയെ പൂമ്പാറ്റ വന്നിരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ടാകും, ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെടിത്തോട്ടം കേട്ടോ. വഴുതനങ്ങയും പയറൊക്കെ നിറയുണ്ട്. കിളികളുടെ കലകലാരവും അണ്ണാന്റെ സൗണ്ടൊക്കെ. ഇപ്പൊ നമ്മുടെ തൊട്ടിപ്പുറത്തൊരു പറമ്പാണ് കണ്ടോ, അവിടെ നിറയെ ഈ പൂവിന്റെ പേര് എനിക്കറിയില്ല.
ഇതൊക്കെ ഇവിടെ എന്താ പറയാ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതിന്റെ ഇടയിൽ ചെറുതായിട്ട് പൂക്കൾ, പിന്നെ കുറച്ച് വെണ്ടക്കായൊക്കെ ഉണ്ട്. താഴെയാണ് ചെറുതായിട്ട് 2-3 അപ്പോൾ ഞാൻ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കും ഒരു കൃഷിത്തോട്ടം വീട്ടിലുണ്ടാക്കിയ നമ്മുടെ ആവശ്യത്തിനൊക്കെ കുറച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെറിയ രീതിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്താ പറയാ കുറച്ചൊക്കെ വീട്ടിലാവശ്യങ്ങൾക്ക് ഉണ്ടാക്കിയാൽ അതൊരു നല്ല ഒരു കാര്യമാണ്. മുളകുകളും ഒക്കെ ഉണ്ട് കേട്ടോ, വേറെ വെറൈറ്റി മോഡൽസുകൾ ഒക്കെ. ഈ മഴയായ കാരണം ഇത്തിരി പോയിട്ടുണ്ട്, ഇനി അത് വീണ്ടും ഒക്കെ പൊടിച്ചു വരണം. വീഡിയോയിൽ എണ്ണയും ചേർക്കണം എന്ന് പറയണം അവൻ. ഞാനപ്പം ഇന്ന് പറിച്ചെടുത്ത ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി, നമ്മുടെ സ്വന്തം എന്താ പറയാ സ്വന്തമായി നമ്മൾ നട്ടു നനച്ച വളർത്തിയ, അത് പൊട്ടിക്കുമ്പോൾ നമുക്കൊരു മാനസികമായ സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്. പിന്നെ അടുത്ത ദിവസം പാകമാവാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും എന്താ വീട്ടിൽ സ്വന്തമായിട്ടൊരു കൃഷിയൊക്കെ തുടങ്ങാം. അപ്പോൾ മറക്കണ്ട, ലിച്ചൂസ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.